നമസ്കാരം. മടിയൻ മല ചുമക്കും. അലസത അഥവാ മടിയെ സൂചിപ്പിക്കാൻ ഉത്തമമാണ് ഈ പഴഞ്ചൊല്ല്. ഏതെങ്കിലും കാര്യത്തിന് മടി പ്രകടിപ്പിക്കാത്ത മനുഷ്യർ വിരളമായിരിക്കും. പ്രത്യേകിച്ച് വ്യായാമം ചെയ്യാൻ മടി കാണിക്കുന്നവരാണ് ഭൂരിഭാഗവും. പലരും ഒരു ആവേശത്തിന്റെ പുറത്ത് വ്യായാമത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകുന്നതിൽ പരാജയമടയാറാണ് പതിവ്. ഇത്തരക്കാരുടെ ആരോഗ്യത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം അടുത്തിടെ നടക്കുകയുണ്ടായി. മടി വരുത്തിവെക്കുന്ന വിനകളെ സംബന്ധിച്ചുള്ള ആ പഠനഫലപ്രകാരം മടിയെ തുടർന്ന് ശരിയായ രീതിയിലുള്ള പേശികളുടെ ഉപയോഗം കുറയുന്നതുമൂലം തലച്ചോറിനുണ്ടാകുന്ന പ്രത്യേക മാറ്റങ്ങൾ ക്രമേണ വൈജ്ഞാനിക തകർച്ചയ്ക്ക് തന്നെ കാരണമാകുമെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തെ നിഷ്ക്രിയത്വം പോലും ശരീരത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഈ ഗവേഷണം വ്യക്തമാക്കുന്നത്. ഇത് പതിവ് വ്യായാമത്തിന് നൽകേണ്ട പ്രാധാന്യത്തിനാണ് അടിവരയിടുന്നത്. ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘമാണ് ഈ പഠനത്തിൽ ഏർപ്പെട്ടത്. അതേ തുടർന്ന് ലഭ്യമായ വിവരങ്ങൾ സംബന്ധിച്ച പഠനഫലം ജേർണൽ ഓഫ് അൽഷിമേഴ്സ് ഡിസീസിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഈ പഠനത്തിന് ശ്രദ്ധേയ സംഭാവന നൽകിയ രണ്ട് വ്യക്തികളാണ് യുഎസിലെ മിസൗരി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയായ 27 വയസ്സുകാരൻ നഥാൻ കെറും അദ്ദേഹത്തിന്റെ ഗൈഡായ 81 വയസ്സുകാരൻ ഫ്രാങ്ക് ബൂത്തും. തന്റെ 81ാം വയസ്സിലും ഫ്രാങ്ക് ബൂത്ത് ട്രെഡ്മില്ലിൽ സ്ഥിരമായി ഓടുന്നത് താൻ കാണാറുണ്ടെന്ന് നഥാൻ കെർ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ വ്യായാമമില്ലാതെ നിഷ്ക്രിയമായി ഇരിക്കുന്ന ശരീരം അപകടത്തിലേക്കാണ് പോകുന്നത് എന്നതിനെ സ്വയം പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഈ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ച ഫ്രാങ്ക് ബൂത്ത് തന്റെ 81ാം വയസ്സിലും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നഥാൻ കെർ സാക്ഷ്യപ്പെടുത്തുന്നു. ദിവസേനയുള്ള വ്യായാമത്തിന്റെ പ്രാധാന്യത്തിലേക്കാണ് നഥാൻ കെറും ഫ്രാങ്ക് ബൂത്തും ഈ ഗവേഷണത്തിലൂടെ വിരൽ ചൂണ്ടുന്നത്. 10 ദിവസത്തെ ശാരീരിക നിഷ്ക്രിയത്വം ഇൻസുലിൻ പ്രതിരോധത്തിനും അൽഷിമേഴ്സ് രോഗവുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ആദ്യകാല മാറ്റങ്ങൾക്കും കാരണമാകുമെന്നും ഈ ഗവേഷകർ വ്യക്തമാക്കുന്നു. പേശികളുടെ ഉപയോഗം കുറയുന്നത് ശരീരത്തെ, പ്രത്യേകിച്ച് തലച്ചോറിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. തലച്ചോറിലെ ഹിപ്പോകാമ്പസിൽ റിയാക്റ്റീവ് ഓക്സിജൻ ഉൽപാദനത്തിന്റെ വർധനവിന് അലസത പ്രധാന പങ്കുവഹിക്കും. ഹിപ്പോകാമ്പസ് എന്നത് ഓർമ്മശക്തി, പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗമാണ്. പ്രായമായവരിൽ മരണത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്ന, ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത ന്യൂറോ ജനറേറ്റീവ് രോഗമായ അൽഷിമേഴ്സ് രോഗവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന തലച്ചോറിലെ പ്രത്യേക പ്രോട്ടീനുകളെ ഉത്തേജിപ്പിക്കാൻ വെറും 10 ദിവസത്തെ നിഷ്ക്രിയത്വം അഥവാ മടി വഴിവെക്കുമെന്നാണ് ഈ ഗവേഷകർ വിശദീകരിക്കുന്നത്. ശാരീരിക ഉന്മേഷം നിലനിർത്തുന്നതിന് ശാരീരിക ആരോഗ്യം മാത്രമല്ല തലച്ചോറിന്റെ ആരോഗ്യ സംരക്ഷണവും അത്യാവശ്യമാണെന്ന് പണ്ട് മുതലേ കരുതി പോന്നിരുന്ന ആരോഗ്യ സംബന്ധമായ വിശ്വാസങ്ങൾക്ക് ബലം പകരുന്നതാണ് പുതിയ കണ്ടെത്തൽ. ശരീരത്തെ സജീവമായി നിലനിർത്താൻ വ്യായാമം അത്യന്താപേക്ഷിതമാണെന്നും അത് നാഡീവ്യവസ്ഥയെ നശിപ്പിക്കുന്ന രോഗങ്ങളുടെ വികസനം തടയാനോ കാലതാമസം വരുത്താനോ വഴിതുറക്കുമെന്നും ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. 1940കളെ ഈ കാലഘട്ടവുമായി താരതമ്യം ചെയ്താൽ ശരാശരി ആയുർദൈർഘ്യം 60കളുടെ മധ്യത്തിൽ നിന്ന് 70കളുടെ ഉയർന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ടൈപ്പ് 2 പ്രമേഹത്തിന്റെ നിരക്ക് കുതിച്ചുയരുകയാണ്. ഗവേഷകനായ ഫ്രാങ്ക് ബൂത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കക്കാരുടെ ശരാശരി ആയുർദൈർഘ്യം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരാശരി ആരോഗ്യ കാലയളവ് അഥവാ രോഗരഹിതമായ വർഷങ്ങളുടെ എണ്ണം 65 വയസ്സിനു ശേഷം കുറയുകയാണ്. ശാരീരിക നിഷ്ക്രിയത്വം ശരീരത്തിലെ ഇൻസുലിൻ പ്രതിരോധവുമായി ഒരുപാട് ബന്ധപ്പെട്ടാണിരിക്കുന്നത്. കൂടാതെ പേശികളുടെ ഉപയോഗശൂന്യതയും തലച്ചോറിലെ ഇൻസുലിൻ പ്രതിരോധവും തമ്മിലുള്ള ബന്ധവും അഭേദ്യമാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ ഗവേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗവേഷണ ഫലങ്ങൾ കൂടി പുറത്തുവരുന്നതോടെ ആളുകൾക്ക് ആസ്വാദികരമായ ജീവിതം കൂടുതൽ കാലം നയിക്കാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗവേഷകനായ ഫ്രാങ്ക് ബൂത്ത് പറയുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. വ്യായാമം ഒട്ടും ചെയ്യാതിരിക്കുന്നവരെ അപേക്ഷിച്ച് ഇടയ്ക്കിടെ വ്യായാമം ചെയ്യുന്നവരിലാണ് ആരോഗ്യത്തിൽ വലിയ പുരോഗതി പ്രകടമാകുന്നതെന്ന് പതിറ്റാണ്ടുകളായി നടത്തിയ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും ഫ്രാങ്ക് ബൂത്ത് പറയുന്നു. അതിനാൽ തന്നെ ഒട്ടും വ്യായാമം ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പതിയെ പതിയെ വ്യായാമത്തിലേക്ക് ചുവടുമാറുന്നത് ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു.
അൽഷിമേഴ്സ് രോഗത്തിന്റെ വർധനവിനെ സംബന്ധിച്ച ഗവേഷണങ്ങൾ കാണിക്കുന്നത് ആ രോഗം കൂടുതലായും നിർണ്ണയിക്കപ്പെടുന്നത് പലപ്പോഴും 65 വയസ്സിനോ അതിനുശേഷമോ ആണെങ്കിൽ പോലും ആളുകൾ 40കളിലും 50കളിലും ആയിരിക്കുമ്പോൾ തന്നെ അൽഷിമേഴ്സ് രോഗത്തിനുള്ള നാഡീസംബന്ധമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതാണ്. അതിനാൽ തന്നെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ വ്യായാമത്തിന്റെയും ജീവിതശൈലിയുടെയും കാര്യത്തിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് വലിയ അപകട സാധ്യതകളിലേക്ക് കടന്നു പോകുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കും. ഫ്രാങ്ക് ബൂത്ത് വിശദീകരിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.